നമ്മുടെ അലമാരി ഇവിടെ പെയിൻറ്റിങ് റെഡിയായി കഴിഞ്ഞു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഇച്ചാനൊരു നിർബന്ധം, നമ്മുടെ അലമാരി എടുത്തൊന്ന് പെയിൻറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ ശരി, ഞാനും പറഞ്ഞു ശരി, ഓക്കെ, നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, പെയിൻ്റ് അടിയെക്കുറിച്ചൊന്നും എനിക്കങ്ങനെ അറിയില്ല. പക്ഷേ ആളിന് നിർബന്ധമായിട്ട് ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അലമാരിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് സാൻഡ് പേപ്പർ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സാൻഡ് പേപ്പർ വെച്ച് ആദ്യം പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അതെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിന് ശേഷം നമ്മുടെ തിന്നർ വെച്ചിട്ട് അതൊന്ന് പിന്നെയും ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അലമാരിക്കൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് വീട്ടിലിങ്ങനെ അത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വരച്ച പാടുകളും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ട് ഒരു തുരുമ്പെടുത്ത പോലെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നല്ല ഭംഗിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ് പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആളിന് തോന്നി നമുക്കൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ട് പെയിൻറ്റ് അടിക്കാം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആൾ കണ്ണാടി വെച്ചിട്ടാണ് ആ വര വരയ്ക്കുന്നത് കേട്ടോ. ഡിസൈൻ വരയ്ക്കുന്നത് നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി വെച്ചിട്ടുണ്ട്. എങ്ങനെ ആയി തീരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് വരച്ച് കഴിയുമ്പം കേട്ടോ. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പറഞ്ഞത് മാത്രമേ അറിവുള്ളൂ. അപ്പം ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഡിസൈനൊക്കെ വേറെ പെയിൻറ്റ് ചെയ്യാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിസൈനൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആൾ ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്. ഒത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അളവൊക്കെ പിടിച്ചാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തൊക്കെയോ അളവുകളൊക്കെ എടുക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ മാത്രം എടുക്കുകയാണ് കേട്ടോ. എനിക്ക് വേറൊന്നുമില്ല, ഒരു ലോങ് വീഡിയോ ഇടുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ആൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വര തീർന്നിട്ടില്ല. അങ്ങനെ വര നടന്നുകൊണ്ടിരിക്കുന്നു, ഡിസൈൻ. അപ്പം ഡിസൈൻ ഏകദേശം ഒരു ചതുരം പോലെയൊക്കെ ആണെന്ന് എൻ്റെ വിചാരം. അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. കളം പോലെ കട്ടകളൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം അതേ മോഡലൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം വരച്ച് തീർന്നിട്ടുണ്ട്. നമ്മുടെ ഡിസൈനിൻ്റെ വര മുഴുവൻ കഴിഞ്ഞു. അപ്പം വരയെല്ലാം കഴിഞ്ഞപ്പം ഇതുപോലാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫൈനൽ ലുക്ക് എങ്ങനെ ആകും എന്ന് എനിക്കറിയില്ല, പക്ഷേ വര ഇങ്ങനെയാണ് കേട്ടോ. അടുത്ത് ആ വരയിൽ കൂടിയാണ് ടേപ്പ് ഒട്ടിക്കാൻ പോകുന്നത്. ആ വരച്ച വരയിൽ കൂടി നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബ്ലൂ പെയിൻറ്റ് അടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡിസൈന് വേറെ പെയിൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം ആ ഡിസൈനിൽ ബ്ലൂ പെയിൻറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ടേപ്പ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ടേപ്പ് ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അതിൽ തൊടുന്നതേ ഇല്ല കേട്ടോ. അപ്പം ആൾ ആ കളങ്ങളുടെ മേളിൽ കൂടെ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് നോക്കാം. അടുത്തത് എങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നത് കേട്ടോ. ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടെയൊന്നും ഇനി നമ്മൾ ബ്ലൂ പെയിൻറ്റ് അടിക്കുമ്പോൾ ആകത്തില്ല എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. അപ്പം ഒരു ഇടയ്ക്ക് കണ്ടോ, ആ കോർണറിൽ ഒരു ടേപ്പ് കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം കേട്ടോ. ഒരു യു പോലെ ആക്കി എടുക്കുന്നുണ്ട്. അത് നമ്മുടെ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് അതിങ്ങനെ യു പോലെ ഒരൊറ്റ വര കേട്ടോ. ആ റൗണ്ടിൻ്റെ ഹാഫ് റൗണ്ടാക്കി വരച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ അങ്ങനെ യു പോലെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം അതും തീരാറായി കഴിഞ്ഞ് വരുന്ന കേട്ടോ. അപ്പോൾ യു ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതെല്ലാം നമുക്ക് അങ്ങനെയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഒട്ടിച്ച ടേപ്പിൻ്റെ ആ കോർണർ മുഴുവൻ നമുക്ക് ആ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ അലമാരിയുടെ ഡിസൈൻ്റെ ആ ഫുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരാറായി വരുന്നു. ആൾ മടുത്തു എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ആരും സഹായിക്കാനില്ല കേട്ടോ. എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? എല്ലാം വ്യൂ ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ആൾ കുറച്ച് മടുത്ത് കേട്ടോ. ഇത്രയും പണി ചെയ്യുമ്പോൾ ഞാനേ വിചാരിച്ചില്ല ഇത്രയും പണിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം നമ്മുടെ ടേപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് പെയിൻറ്റിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ബ്ലൂ പെയിൻ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലൂ കളറൊക്കെ. ബ്ലൂ കളർ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ അലമാരി ഇത്രയും ഭംഗിയായി കിട്ടും എന്ന് വിചാരിച്ചില്ല. പക്ഷേ ഫൈനൽ ലുക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പെയിൻ്റ് അടിക്കുന്ന കണ്ടപ്പം നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അടിച്ചങ്ങനെ പകുതിയായി കേട്ടോ. പകുതിയായി വരുന്നുണ്ട്. അപ്പം കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബ്ലൂ പെയിൻ്റ്. എനിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിച്ച് വന്നപ്പോഴത്തേനും ആ ഡിസൈൻ ഇനി അതൊക്കെ നമ്മൾ പൊളിച്ചിട്ട് അടുത്ത് അതിൻ്റെ ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ സ്പ്രേ പെയിൻ്റാണ് മേടിച്ചിരുന്നത്. സൂപ്പർ കളർ എന്നൊക്കെ പറഞ്ഞ് ടെക് ബോണ്ട് എന്നൊക്കെയാണ് അതിൽ എഴുതിയേക്കുന്നത് കേട്ടോ. ആ ഒരു കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല കളറാണ് കേട്ടോ. നിങ്ങൾക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വരെയും നമുക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നി. പക്ഷേ വർക്ക് ഈസിയാണ്. പക്ഷെ കുറച്ച് സമയങ്ങൾ നമുക്ക് വേണ്ടി വരും കേട്ടോ. ഇത്രയും ഡിസൈനൊക്കെ ചെയ്ത് പ്ലെയിൻ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇത്ര സമയം വേണ്ടി വരത്തില്ല. ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചേറെ സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളൊന്നുമല്ല, പെണ്ണുങ്ങൾക്കും ചെയ്യാം കേട്ടോ. നമുക്കും വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ അലമാരികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറക്കി വെപ്പിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരൊറ്റ അലമാരി ഉള്ളായിരുന്നു. അപ്പം ആ അലമാരിയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തീരുന്നവരെ ഞാൻ ഇതിൽ കൈവയ്ക്കില്ല കേട്ടോ. അങ്ങനെ തീരുമാനിച്ചേക്കുവാണ്. പിന്നെ ടേപ്പൊക്കെ പൊളിക്കാനായിട്ട് ഞാൻ കൂടാമെന്ന് വിചാരിക്കുന്നു. എന്നെ കൂട്ടുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ബ്ലൂ പെയിൻറ്റ് ഫ്രണ്ടിൽ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഡിസൈനിൽ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പെല്ലാം പൊളിച്ചെടുക്കണം. അടുത്ത് നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അതിന് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ടേപ്പുകൾ പൊളിച്ചെടുക്കാൻ തുടങ്ങുന്ന ഭാഗമാണ് കേട്ടോ. തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ടേപ്പുകളൊക്കെ പൊളിച്ചെടുത്തതിന് ശേഷം ആണ് നമ്മുടെ സിൽവർ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സിൽവർ പെയിൻ്റാണ് കേട്ടോ അടിക്കാമെന്ന് ഡിസൈൻ കൊടുക്കുന്നത്. വൈറ്റ് പെയിൻ്റ് അടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഒന്നും കൂടെ ഭംഗി നമ്മുടെ സിൽവർ പെയിൻറ്റിനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സിൽവർ പെയിൻറ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പൊളിച്ചതിന് ശേഷം മാത്രം പിന്നെയും ടേപ്പൊക്കെ ഒട്ടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. പക്ഷേ ഇത് മറ്റേ നമ്മുടെ ഈ ബ്ലൂ പെയിൻറ്റിൽ സിൽവർ ആകാതെ വേണ്ടേ നമ്മൾ അടിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യേണ്ടി വരുമായിരിക്കും കേട്ടോ. ഇപ്പോൾ അതെല്ലാം നമുക്ക് പൊളിച്ച് മാറ്റാം. പൊളിച്ച് ആൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഫൈനൽ ലുക്ക് എങ്ങനെ ആകും എന്നറിയില്ല. ഇത്രയും ചെയ്തപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ? നല്ല അതുമെല്ലാം എടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഡിസൈനും ആ ബ്ലൂ കളറും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും അതിൻ്റെ ലുക്ക് തന്നെ മാറ്റി കേട്ടോ. എൻ്റെ അലമാരിയാണോ എന്ന് ഞാൻ വിചാരിക്കുവാണ്. അതുപോലത്തെ ലുക്കായിട്ടുണ്ട് നമ്മുടെ അലമാരി കേട്ടോ. അപ്പം ഫൈനലായിട്ട് താഴെ വശത്ത് വരെയായി പൊളിച്ച്. അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിങ്ങളും വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് അലമാരിയൊക്കെ മിക്കവരും പഴയ അലമാരി എന്ന് പറഞ്ഞാൽ 5-6 വർഷങ്ങളായ അലമാരിയൊക്കെ ചിലപ്പം കുറേ
തുരുമ്പൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ കുഴിയും മക്കളൊക്കെ വല്ല പെയിൻ്റൊക്കെ വെച്ച് വരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതങ്ങനെ ഒരു ഡിസൈൻ പോലൊക്കെ അവിടെയൊക്കെ ഇരിക്കുമല്ലോ, വരകളും കുറികളും ഒക്കെ ആയിട്ട്. ചിലപ്പം മക്കളൊക്കെ സ്കെച്ച് പെന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ആ പാടുകളൊക്കെ നമുക്ക് അതിൽ അങ്ങനെ കിടക്കും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത് നമ്മുടെ സിൽവർ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിനും നമ്മൾ ഒട്ടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മുടെ ബ്ലൂ പെയിൻറ്റിൽ സിൽവർ ആകാൻ പാടില്ലല്ലോ. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ടേപ്പ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം മാത്രമേ നമ്മളിത് സിൽവർ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. സ്പ്രേ പെയിൻ്റാണ് കേട്ടോ. സിൽവർ പെയിൻറ്റും നമ്മൾ സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. സെയിം കമ്പനിയുടെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ സിൽവർ പെയിൻറ്റ് നമുക്ക് അടിക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ സിൽവർ പെയിൻ്റൊക്കെ അടിച്ച് പകുതി താഴെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കറിയില്ല, ഇനി നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ് എങ്ങനായി തീരും എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ സിൽവർ പെയിൻറ്റ് ഫുള്ള് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ വരുമെന്നാണ് എൻ്റെ വിചാരം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇതേ പൊളിക്കാൻ തുടങ്ങി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് പോലെ ആ സിൽവർ പെയിൻറ്റ് അടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ വൈറ്റ് അടിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്, പക്ഷേ വൈറ്റ് വേണ്ടാന്ന് വെച്ചു. അപ്പം സിൽവർ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണെന്നൊരു വിചാരം അപ്പം